തിരുവനന്തപുരം വർക്കലയിൽ രോഗിയായ മകനെയും അമ്മയെയും മദ്യപാന സംഘം ആക്രമിച്ചതായി പരാതി. വർക്കല കണ്ണംപൊയ്ക സ്വദേശി ഷീബ, മകൻ ഷിജിൻ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഞാൻ വല്ലതും പറഞ്ഞോ? വീടിന് സമീപത്തെ പൊതു കുളിക്കടവിൽ വെച്ചായിരുന്നു സംഭവം. അമ്മയും മകനും കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുളിക്കടവിന് സമീപം ഇരുന്ന് മദ്യപിക്കുകയായിരുന്ന യുവാക്കൾ ഇവർക്ക് നേരെ അസഭ്യവർഷം നടത്തുകയായിരുന്നു. ഈ സമയം പെൺകുട്ടികളടക്കം കുളിക്കടവിൽ കുളിക്കുകയായിരുന്നു. അമ്മയെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതോടെ പ്രകോപിതരായ യുവാക്കൾ കരൾ രോഗിയായ ഷിജിനെ മർദ്ദിക്കുകയായിരുന്നു. എന്റെ അമ്മ കുളിക്കാൻ വന്നപ്പം അവര് രണ്ടുപേരുണ്ടായിരുന്നു. അവരും കള്ളും കുടിച്ചിട്ട് എന്റെ അമ്മേനെ ചീത്ത വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ അണ്ണ മിണ്ടായി നിങ്ങൾ ചീത്തൊന്നും വിളിക്കേണ്ടെന്ന് പറഞ്ഞു. അതിനിട്ട് എന്നെയും ചീത്ത വിളിച്ചിട്ട് എന്നെ അടിക്കാൻ വിട്ടു. പിന്നെ എല്ലാരെയും വന്ന് വിളിച്ചു. ഒന്നാതെ വയ്യാത്ത ചേട്ടനും കൂടെ അവന്റെ കൈയും കൂടെ പിടിച്ച് തിരി. നിങ്ങളെന്താണ് ഞാനും ചോദിച്ചപ്പോ അവര് ഈ സ്റ്റെപ്പ് വഴി കയറി വന്നപ്പോ എന്റെ കൈ പിടിച്ച് തിരിച്ച് നല്ലതായിട്ട് വേണം. ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഷിജിന്റെ കൈ പിടിച്ചു തിരിക്കുകയും തലയുടെ പുറകിൽ ശക്തമായി അടിക്കുകയുമായിരുന്നു. ബഹളം വെച്ചതോടെ നാട്ടുകാർ ഒത്തുകൂടി. ഇതോടെ ആക്രമണം നടത്തിയ യുവാക്കൾ ഇരുചക്ര വാഹനത്തിൽ സംഭവ സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. നമ്മൾ വന്ന് കുളിക്കാൻ വേണ്ടി വന്നപ്പോ അവര് ആ കുളത്തിന്റെ പടി സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെപ്പ് കിടന്ന് കള്ളു കുടിച്ചിട്ട് അവരവിടെ കിടക്കായിരുന്നു. നിങ്ങൾ കുളിച്ച് കയറുമ്പോ പെണ്ണുങ്ങൾ കുളിക്കണം എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്കുള്ള കുളമാണ് മറ്റേ മോളെ എന്നൊക്കെയുള്ള ചീത്ത വിളിയും സംഭാഷണങ്ങളും കാര്യങ്ങളും. ഞങ്ങൾ ആരെ പേടിക്കുന്നത് എന്നൊക്കെയാണ് അവരുടെ ചോദ്യങ്ങൾ. എന്നിട്ട് പിന്നെ കയറാമെന്ന് കയറത്തില്ല. പിന്നെ അവന്മാർ ചീത്തവിളി അടിയും ബഹളവും കിടന്ന് എന്നിട്ട് പറയാൻ വീട്ടിലിരിക്കുന്നവരൊക്കെ ചേർത്തൊക്കെ വിളിക്കും. ചീത്ത എന്ന് പറഞ്ഞാൽ ഇതേപോലെ ചീത്ത. ഒരു നേരം വെളുത്ത് എത്തുന്നത് വരെ ഇവിടെ അവർക്ക് കള്ളുകുടിയും കഞ്ചാവിന്റെ കേന്ദ്രമാണ് ഇതിപ്പോ. എല്ലാ ദിവസവും ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വരും, എല്ലാ സ്ഥലത്തുനിന്നും വരും. സംഭവത്തിൽ പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.